ഹലോ എവരി വൺ. അൽ ദുബായ് വ്ളോഗ് ഡേ 1 പാർട്ട് 3. നമ്മൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിവർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അതിനായിട്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മെട്രോയിൽ കൂടി എന്തൊക്കെ കാണാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ബർദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നിന്ന് എൻ്റെ ഹോട്ടലിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കുവാണെങ്കിൽ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ബർദുബായ് മെട്രോ സ്റ്റേഷൻ എത്തും. സോ അവിടെ നിന്നാണ് നമ്മുടെ യാത്ര ഇപ്പോൾ ആരംഭിക്കുന്നത്. ഇതാണ് നമ്മുടെ മെട്രോയുടെ ഉള്ളിലുള്ള ഒരു വ്യൂ. നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള മെട്രോ ആണ്. പിന്നെ കയറിയതിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു മെട്രോ തിരക്ക് കുറഞ്ഞ് കാണുന്നത്. മേ ബി ആദ്യത്തെ സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കാം. സോ അങ്ങനെ നമ്മൾ ഐബിയൻ ബട്ടൂട്ട എന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള വ്യൂ. ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് വെളിയിൽ തന്നെ നമ്മൾ ഐബിയൻ ബട്ടൂട്ട മാളുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ബസ് സ്റ്റോപ്പ് ഒരുപാടുണ്ട്. സോ ഇതിന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനിലോട്ട് ഉള്ള ബസ്സാണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്. അങ്ങനെ ഗൂഗിൾ മാപ്പിൽ തപ്പുമ്പം കറക്റ്റായിട്ട് നമ്മൾ ബസ് നമ്പർ അനുസരിച്ച് ബസ് നമ്പറും ടൈമും എല്ലാം അതിനകത്ത് കാണിക്കുന്നുണ്ട്. സോ അബുദാബിയിലുള്ള ബസ്സൊക്കെ ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് അബുദാബിയിലോട്ടുള്ള ബസ് വരെ കിട്ടും. നമുക്ക് കയറാനുള്ള ബസ് ഇതാണ്. ഇതും ബസ്സിൻ്റെ ഉള്ളിലുള്ള വ്യൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് ആ മെട്രോ കാർഡ് യൂസ് ചെയ്താൽ മതി. ടിക്കറ്റായിട്ട് നമുക്ക് സെപ്പറേറ്റ് എടുക്കേണ്ട കാര്യമില്ല. സോ അങ്ങനെ ഒരു 20 മിനിറ്റ്സ് എടുത്ത് നമ്മുടെ സ്ഥലം എത്താനായിട്ട് ദുബായ് റിസോർട്ട്സ് ആൻഡ് പാർക്സ്. സോ ഇവിടെ മെയിനായിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മളൊരു പാർക്ക്, ലൈക്ക് വണ്ടർലായുടെ സെറ്റപ്പ്. പിന്നെ ഇത് നമ്മൾ കാണാൻ ഉദ്ദേശിച്ച് വന്ന സ്ഥലമാണ് റിവർലാൻഡ്. നമുക്കതിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. സോ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റിന് വേണ്ടിയിട്ട് ഈടാക്കുന്നുണ്ട്. ലൈക്ക് ഒരു 30 ദിർഹംസ്, ഒരു ടിക്കറ്റിന് 30 ദിർഹംസ് അവർ ഈടാക്കുന്നുണ്ട്. ആക്ച്വലി പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രീ എൻട്രി ആണ് നമുക്ക് ഉള്ളിലോട്ട് പോകാനായിട്ട്. പക്ഷേ 30 ദിർഹംസ് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഉള്ളിൽ അവർ പറയുന്ന സ്പെസിഫിക് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ആ 30 ദിർഹംസിലുള്ള ഫുഡ് നമുക്ക് കഴിക്കാം. ബാക്കിയുള്ള പൈസ നമ്മൾ കൊടുത്താൽ മതി. സോ ഇത് വർക്കാകുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതിനായിട്ട് ആദ്യമുള്ള റെസ്റ്റോറൻറ്റ് തപ്പി നടന്നപ്പോഴാണ് നമ്മൾ കണ്ണിൽ നമ്മുടെ ചിക്കൻ കിങ് കണ്ട ആ ലെഫ്റ്റ് സൈഡുള്ളതുണ്ടല്ലോ അത് കണ്ടത്. സോ ആദ്യം പോയി ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി. സോ നല്ലൊരു വൃത്തിയുള്ള സ്ഥലം, നല്ലൊരു KFCയുടെ ഒരു സെറ്റപ്പ്. സോ ഇവിടുന്ന് നമ്മൾ 30 ദിർഹംസിനകത്തുള്ളത് ഒരെണ്ണം സെലക്ട് ചെയ്തു. ഓക്കെ, 32ആയി. ബാക്കി 2 ദിർഹംസ് കൊടുത്ത് നമുക്കൊരു ചിക്കനും ഒരു ജ്യൂസും കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ ബാക്കി ഇവിടുത്തെ വ്യൂ ഇതൊക്കെയാണ്. ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ല ലീഗോ ലാൻഡ് ദുബായ്. അത് മെയിൻലി ചിൽഡ്രൻസ് ആയിട്ട് വരുന്നവർക്ക് ഉള്ളൊരു സെക്ഷനാണ്, ചിൽഡ്രൻസ് പാർക്ക്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെയിൻ ചിൽഡ്രൻസിൻ്റെ സെക്ഷനാണ് ലീഗോ ലാൻഡ് ദുബായ്. സോ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ റിവർലാൻഡ്. ആൻഡ് ഈ ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഒരു ഫ്രഞ്ച് കോളനി എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു സ്ഥലമാണ്. സോ ഈ ഒരു ഈവനിങ് ടൈമിലായാലും ഒരു ദിവസം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ, ഒരു ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ്. അത്രയും ട്രാഫിക്കും ആ തിരക്ക് പിടിച്ച സ്ഥലത്തുനിന്ന് ഒരു ദിവസം ഒഴിഞ്ഞ് മാറി നിൽക്കണം എന്ന് താല്പര്യമുള്ളവർക്ക്, അഡ്വഞ്ചർ ആണെങ്കിൽ നമുക്ക് അവിടെ പാർക്കുണ്ട്. പിന്നെ പിള്ളേർക്കാണെങ്കിൽ ലിഗോലാൻഡ് ഉണ്ട്. പിന്നെ നമുക്കൊരു റൊമാൻറ്റിക് പ്ലേസ് പോലെ ഒന്ന് കറങ്ങി നടക്കാനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. ബാക്കി വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, ലൈക്ക് ഇതുപോലത്തെ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റുമോ. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി ലൊക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഈ ഒറ്റയ്ക്കുള്ള ട്രിപ്പായതുകൊണ്ട് ഇനി ഫോട്ടോ എടുത്ത് തരാൻ ആരും ഇല്ലായിരുന്നു. ആ ഒരു വശം മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ഥലമൊക്കെ വെർത്ത് വിസിറ്റ്. മെക്ഡൊണാൾഡ്സ് ഒക്കെ ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പഴയ സെറ്റപ്പിൽ, ഒരു പഴഞ്ചൻ ഒരു മെക്ഡൊണാൾഡ്സിൻ്റെ ഒരു സെറ്റപ്പിലാണ് ഇവിടുത്തെ മെക്ഡൊണാൾഡ്സ് ഒക്കെ ഇരിക്കുന്നത്.
പിന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാമൽ സ്ട്രക്ചർ ഇവിടെയാണ് ഉള്ളത്. സോ അങ്ങനെ വന്നതിൽ അതും കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ സ്ഥലം നല്ല വൈബ് സ്ഥലമാണ്. ഇത്രയും നേരം നടന്നിട്ടും വലിയ ബോറടിയൊന്നുമില്ല. അങ്ങനെ വായി നോക്കി നടക്കാൻ പറ്റിയ സ്ഥലമാണ്. സോ ഫാമിലി ലവേഴ്സ് ആർക്കും വന്നാലും ഒരു ബോറടിക്കാത്ത ഒരു വെറൈറ്റി സ്ഥലം. പിന്നെ വഴി കണ്ട ഒരു പുള്ളിക്കാരനോട് ഒരു വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പം പുള്ളി എടുത്ത് തന്നുകൊണ്ട് ഒരു വീഡിയോ കിട്ടി. ആൻഡ് ഇത് അവിടുത്തെ ബ്രിഡ്ജ്, ഇവിടുന്ന് അപ്പുറ സൈഡോട്ട് ക്രോസ് ചെയ്യാനുള്ള ബ്രിഡ്ജിൻ്റെ ഒരു വ്യൂ. സോ ഗൈസ്, അങ്ങനെ നേരം ഇരുട്ടി തുടങ്ങി. നല്ല കാറ്റുണ്ടോ, നല്ലൊരു പൊളി വൈബ് ഉള്ള സ്ഥലമാണ്. ലൈക്ക് ഇവിടെ ദുബായിലുള്ളവർ എന്തായാലും ചെന്ന് വിസിറ്റ് ചെയ്ത് കാണണം. കാരണം വലിയ ചിലവൊന്നുമില്ല, ഫ്രീ എൻട്രി ആണ്. ലൈക്ക് 30 ദിർഹംസ് എടുക്കുന്നുണ്ട്, എന്നാലും അതിനുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാം. ഒരു ഈവനിങ് വന്നു കഴിഞ്ഞാൽ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. സോ ദുബായിലുള്ളവർ ഒന്ന് പോയി കാണുക. പിന്നെ ആൾറെഡി സ്ഥലം അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അങ്ങനെ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സി യു. மறக்காம சர்ப்ரைஸ் பண்ணுங்க. தேங்க்யூ.